40 റൂൾസ് ഓഫ് ലവ് പാർട്ട് 5. എന്നാൽ എനിക്കു കിട്ടിയ ദർശനത്തിലേക്ക് ഒരിക്കൽ കൂടി ഉറ്റുനോക്കാൻ എനിക്കാകും മുൻപേ ഒരാൾ എൻ്റെ കയ്യിൽ പിടിച്ച് ശക്തിയായി വലിക്കാൻ തുടങ്ങി. എൻ്റെ പല്ലുകൾ കിടുകിടുക്കുന്നത് എനിക്കനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അത് എന്നെ ഈ ലോകത്തിലേക്കു തിരികെ കൊണ്ടുവരികയും ചെയ്തു. മനസ്സില്ലാ മനസ്സോടെ സാവധാനം ഞാൻ കണ്ണുകൾ തുറന്നു. എൻ്റെ അടുത്തുനിന്ന ആളെ ഞാൻ കണ്ടു. കനത്ത താടിയും മീശയുമുള്ള അയാൾക്ക് നല്ല ഉയരമുണ്ടായിരുന്നു. അത് സത്രമുടമയാണെന്നും ഞാൻ തിരിച്ചറിഞ്ഞു. അയാളുടെ കൊമ്പൻ മീശ ഭംഗിയായി പിരിച്ചുവെച്ചിരുന്നു. അതേസമയം അയാളെപ്പറ്റിയുള്ള 2 കാര്യങ്ങൾ കൂടി എൻ്റെ ശ്രദ്ധയിലേക്ക് വന്നു. അയാൾ പരുഷസ്വരം കൊണ്ടും കൈക്കരുത്തുകൊണ്ടും ആളുകളെ വിരട്ടുന്നതും പതിവായിരുന്നു. പോരാത്തതിന് ഇപ്പോൾ അയാൾ ശരിക്കും ക്ഷുഭിതനും. "നിങ്ങൾക്കെന്താണ് വേണ്ടത്? " ഞാൻ ചോദിച്ചു. "എന്തിനാണ് എൻ്റെ കൈ ഇങ്ങനെ പിടിച്ചു തിരിക്കുന്നത്? " "എനിക്കെന്താണ് വേണ്ടതെന്നോ? " സത്രമുടമ ഗർജിച്ചു. "നീ ഇങ്ങനെ അലറുന്നത് നിർത്തണം. അതുതന്നെയാണ് എനിക്ക് വേണ്ടത്. അതാദ്യമേ പറഞ്ഞേക്കാം. എൻ്റെ സത്രത്തിൽ വരുന്നവരെയൊക്കെ നീ ഒച്ചവെച്ചോടിക്കുകയാണ്. " "ശരിക്കും? " ഞാൻ അലറുകയായിരുന്നു. അയാളുടെ പിടിയിൽ നിന്ന് എൻ്റെ കൈ വലിച്ചെടുക്കുന്നതിനിടെ ഞാൻ സ്വയം പിറുപിറുത്തു. "എന്താ സംശയം? തൊണ്ടയിൽ എല്ല് കുടുങ്ങിയ ഒരു കരടിയെപ്പോലെ നീ അലറുകയായിരുന്നു. നിനക്കെന്താ പറ്റിയത്? കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ ഉറങ്ങിപ്പോയോ? ഒരു ദുഃസ്വപ്നമോ മറ്റോ കണ്ട പോലെയുണ്ട്. " പറ്റാവുന്ന ഒരു വിശദീകരണം അതുമാത്രമാണെന്ന് എനിക്കും അറിയാമായിരുന്നു. അതു ഞാൻ പിൻപറ്റിയാൽ സത്രമുടമയ്ക്കും തൃപ്തിയാകും. എന്നെ സ്വസ്ഥമായി വിടുകയും ചെയ്യും. എന്നിട്ടും നുണ പറയാൻ എനിക്ക് തോന്നിയില്ല. "അല്ല സഹോദരാ, ഞാൻ ഉറങ്ങിപ്പോയതോ ദുഃസ്വപ്നം കണ്ടതോ അല്ല. " ഞാൻ പറഞ്ഞു. "സത്യത്തിൽ ഞാൻ സ്വപ്നമേ കാണാറില്ല. " "എങ്കിൽ പിന്നെ നിങ്ങളുടെ അലറിക്കരച്ചിലുകൾക്ക് എന്താ അർത്ഥം? " സത്രമുടമയ്ക്ക് അത് അറിയണമെന്നുണ്ടായിരുന്നു. "എനിക്കൊരു ദർശനമുണ്ടായി. അത് വ്യത്യസ്തമാണ്. " ആശയക്കുഴപ്പം കലർന്ന ഒരു നോട്ടം അയാൾ എൻ്റെ നേർക്ക് അയച്ചു. തൻ്റെ മീശരോമങ്ങളുടെ അറ്റം അയാൾ കുറെ വായിലാക്കി നിന്നു. ഒടുവിൽ പറഞ്ഞു. "കൂട്ടിലടച്ച എലികളെപ്പോലെ ഭ്രാന്തു പിടിച്ചവരാണ് നിങ്ങൾ ദർവീശുകൾ. വിശേഷിച്ചും നിങ്ങളെപ്പോലെ നാടുതെണ്ടി നടക്കുന്നവർ. പൊള്ളുന്ന വെയിലിൽ ദിവസം മുഴുവനും വ്രതവും പ്രാർത്ഥനയുമായി നിങ്ങൾ നടക്കുന്നു. വെറുതെയല്ല ഇല്ലാത്ത കാഴ്ചകളെല്ലാം കാണുന്നത്. നിങ്ങളുടെ തലച്ചോറ് വെന്തിരിക്കുകയാണ്. " ഞാൻ പുഞ്ചിരിച്ചു. അയാൾ പറഞ്ഞത് ശരിയാകാം. മനസ്സ് നഷ്ടമാകുന്നതിനും സ്വയം ദൈവത്തിലേക്ക് നഷ്ടപ്പെടുത്തുന്നതിനുമിടയിൽ ഒരു നേർത്ത വര മാത്രമാണുള്ളതെന്ന് അവർ പറയാറുണ്ട്. പാചകം ചെയ്ത ഭക്ഷണസാധനങ്ങൾ നിറച്ച ട്രേയുമായി അപ്പോഴേക്കും 2 ചെക്കന്മാർ എത്തി. ആട്ടിറച്ചി വരട്ടിയത്, ഉപ്പു തേച്ചു പൊരിച്ച മീൻ, ആട്ടിറച്ചിക്കറി, ഗോതമ്പ് കേക്ക്, ഇറച്ചിക്കഷണങ്ങൾ, നിറച്ച ചിക്ക് പീസ് തുടങ്ങിയ വിഭവങ്ങളാണ് ട്രേയിലുണ്ടായിരുന്നത്. അവർ അത് വിളമ്പാൻ ആരംഭിച്ചപ്പോൾ അന്തരീക്ഷത്തിൽ ഉള്ളിയുടെയും സുഗന്ധദ്രവ്യങ്ങളുടെയും നെയ്യിൻ്റെയും ഗന്ധം പരന്നു. എൻ്റെ അടുക്കലെത്തി ചൂടുള്ള സൂപ്പും കറുത്ത റൊട്ടിയും മുന്നിൽ വെച്ചു. "ഇതിനെല്ലാം പണമുണ്ടോ കയ്യിൽ? " വിശ്വാസം വരാതെ ഒരു മുനവെച്ച് സത്രമുടമ ചോദിച്ചു. "ഇല്ല, എൻ്റെ കയ്യിൽ പണമില്ല. പകരം ഒരു കാര്യം ഞാൻ ഉറപ്പുതരാം. " ഞാൻ പറഞ്ഞു. "ഭക്ഷണത്തിനും മുറിക്കും പകരമായി ഞാൻ നിങ്ങളുടെ സ്വപ്നങ്ങളുടെ അർത്ഥം പറഞ്ഞുതരാം. " ഒരു പുച്ഛച്ചിരിയോടെ 2 കൈയും എളിയിൽ ഊന്നി നിന്ന് അയാൾ പറഞ്ഞു. "ഇപ്പോഴല്ലേ എന്നോട് പറഞ്ഞത് നിങ്ങൾ ഒരിക്കലും സ്വപ്നം കാണാറില്ലെന്ന്? " "അതു ശരി തന്നെ. എനിക്ക് സ്വയം സ്വപ്നം കാണാനാവില്ലെങ്കിലും മറ്റുള്ളവരുടെ സ്വപ്നങ്ങൾ വിശകലനം ചെയ്യാനുള്ള കഴിവുണ്ട്. " ഞാൻ പറഞ്ഞു. "നിങ്ങളെ ഇവിടെ നിന്നു ഞാൻ ചവിട്ടി പുറത്താക്കേണ്ടിവരും. " "ഞാൻ പറഞ്ഞതാ, നിങ്ങൾ ദർവീശുകൾ ശരിക്കും വട്ടന്മാർ തന്നെ. " സത്രമുടമ പറഞ്ഞു. "നിങ്ങളെ ഞാൻ കുറച്ച് ഉപദേശിക്കാൻ പോകുകയാണ്. നിങ്ങൾ എത്ര പ്രായമായെന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്നാൽ ഇതിനകം 2 ലോകത്തിനും വേണ്ടി നിങ്ങൾ ആവശ്യത്തിന് പ്രാർത്ഥിച്ചിട്ടുണ്ടാകുമെന്ന് എനിക്കുറപ്പാണ്. ഇനിയെങ്കിലും നല്ലൊരു പെണ്ണിനെ കണ്ടെത്തി ജീവിതം ആരംഭിക്കൂ. കുട്ടികളും ഉണ്ടാകണം. അതു നിങ്ങളെ മണ്ണിൽ കാലുറപ്പിച്ചു നിൽക്കാൻ സഹായിക്കും. എല്ലായിടത്തും ഒരേ ദുരിതം തന്നെയാണുള്ളത്. പിന്നെന്തിന് ലോകം മുഴുവൻ തെണ്ടി നടക്കണം? എന്നെ വിശ്വസിക്കൂ, പുതിയതായി അവിടെ ഒരിടത്തും ഒന്നുമില്ല. ലോകത്തിൻ്റെ അങ്ങേമൂലയിൽ നിന്നു പോലും എനിക്ക് അതിഥികളുണ്ട്. ഒരൽപ്പം മദ്യമകത്ത് ചെന്നുകഴിഞ്ഞാൽ എല്ലാവരിൽ നിന്നും ഞാൻ ഒരേ കഥയാണ് കേൾക്കുന്നത്. എല്ലായിടത്തും മനുഷ്യർ ഒരുപോലെയാണ്. ഒരേ ഭക്ഷണം, ഒരേ വെള്ളം, ഒരേ പഴഞ്ചൻ അസംബന്ധം. " അപ്പോൾ ഞാൻ പറഞ്ഞു. "വ്യത്യസ്തമായ എന്തെങ്കിലുമല്ല ഞാൻ തിരയുന്നത്. ഞാൻ തിരയുന്നത് ദൈവത്തെയാണ്. എൻ്റേത് ദൈവത്തിനു വേണ്ടിയുള്ള അന്വേഷണമാണ്.
എങ്കിൽ നിങ്ങൾ അവനെ അന്വേഷിക്കുന്ന സ്ഥലം മാറിപ്പോയി. സത്രമുടമ തിരിച്ചടിച്ചു. അയാളുടെ സ്വരം പൊടുന്നനെ പരുക്കനായി. ദൈവം ഈ സ്ഥലം എപ്പോഴോ ഉപേക്ഷിച്ചു. അവൻ എപ്പോൾ മടങ്ങി വരുമെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. അത് കേട്ടതോടെ എൻ്റെ നെഞ്ചിൻ കൂടിനകത്ത് എൻ്റെ ഹൃദയം ആടിയുലഞ്ഞു. ഒരാൾ ദൈവത്തെ നിന്ദിച്ചു പറയുമ്പോൾ അയാൾ സ്വയം നിന്ദിക്കുകയാണ്, ഞാൻ പറഞ്ഞു. സത്രമുടമയുടെ ചുണ്ടിൽ കോടിയ ചിരി വിരിഞ്ഞു. അയാളുടെ മുഖത്തെ ക്രോധവും കയ്പും ഞാൻ കണ്ടു. ഒരു തരം ബാലിശമായ വേദനയോട് സാമ്യമുള്ള മറ്റെന്തോ ഒന്നും കൂടി. ദൈവം പറഞ്ഞിട്ടില്ലേ, ഞാൻ നിന്റെ കഴുത്തിലെ ഞരമ്പിനേക്കാൾ നിന്നോട് അടുത്തിരിക്കുന്നുവെന്ന്? ഞാൻ ചോദിച്ചു. ആകാശത്തെവിടെയോ വിദൂരമായ ഒരു സ്ഥലത്തല്ല ദൈവം. നാം ഓരോരുത്തരുടെയും ഉള്ളിലാണ്. അതാണ് അവൻ ഒരിക്കലും നമ്മെ ഉപേക്ഷിക്കാത്തത്. അവന് അവനെ തന്നെ എങ്ങനെ ഉപേക്ഷിക്കാനാകും? പക്ഷേ അവൻ ഉപേക്ഷിക്കുന്നത് തന്നെയാണ്, സത്രമുടമ അഭിപ്രായപ്പെട്ടു. അയാളുടെ കണ്ണുകൾ തണുത്തതും പ്രതിരോധമുള്ളതുമായിരുന്നു. ദൈവം ഇവിടെ ഉണ്ടായിരിക്കുകയും നാം അങ്ങേയറ്റം കഷ്ടപ്പെടുമ്പോൾ വിരലനക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അത് ദൈവത്തെപ്പറ്റി എന്താണ് പറയുന്നത്? ഇതാണ് സഹോദരാ ഒന്നാമത്തെ പ്രമാണം, ഞാൻ പറഞ്ഞു. നാം നമ്മെ എങ്ങനെയാണോ കാണുന്നത് എന്നതിൻ്റെ നേരിട്ടുള്ള പ്രതിഫലനമാണ് നാം ദൈവത്തെ എങ്ങനെ കാണുന്നു എന്നത്. ഭയവും പഴിയും മാത്രമാണ് ദൈവം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നതെങ്കിൽ അതിനർത്ഥം നമ്മളുടെ ഉള്ളിലും ഒരുപാട് ഭയവും പഴിയും കെട്ടിക്കിടക്കുന്നുവെന്നാണ്. ഇനി നാം ദൈവത്തെ നിറയെ സ്നേഹവും കരുണയുമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ഉള്ളിലും അതൊക്കെയാണുള്ളത്. സത്രമുടമ ഉടനെ അത് എതിർത്തെങ്കിലും എൻ്റെ വാക്കുകൾ അയാളിൽ അമ്പരപ്പുണ്ടാക്കിയതായി ഞാൻ കണ്ടു. ദൈവം നമ്മുടെ ഭാവനയുടെ സൃഷ്ടിയാണ് എന്ന് പറയുന്നതും ഇതും തമ്മിൽ എന്താണ് വ്യത്യാസം? എനിക്ക് മനസ്സിലാകുന്നില്ല, അയാൾ പറഞ്ഞു. ഇതിനുള്ള എൻ്റെ മറുപടി തടസ്സപ്പെടുത്തി ആ സമയം സത്രത്തിലെ തീൻമുറിയുടെ പിന്നിൽ നിന്ന് ഒച്ചയും ബഹളവും ഉയർന്നു. ഞങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ പരുക്കന്മാരെന്ന് തോന്നിക്കുന്ന 2 കുടിയന്മാർ അവിടെയിരുന്ന് വിടുവായത്തം പറയുന്നുണ്ടായിരുന്നു. നിലവിട്ട അവർ അവിടെയിരുന്ന മറ്റ് ഇടപാടുകാരെ വിരട്ടാനും അവരുടെ ഭക്ഷണപാത്രങ്ങൾ പിടിച്ചു പറിക്കാനും തുടങ്ങി. എതിർക്കുന്നവരെ തെരുവുപിള്ളേർ ചെയ്യുന്ന പോലെ കൊഞ്ഞനം കാട്ടുകയും ചെയ്തു. ആ 2 കുഴപ്പക്കാരുടെ പ്രശ്നം തീർക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? പല്ലുകൾ ഞെരിച്ച് സത്രമുടമ ചീറി. ഇപ്പം ഞാൻ ശരിയാക്കാം. മിന്നൽ വേഗത്തിൽ അയാൾ തീൻമുറിയുടെ അറ്റത്തെത്തി. ഒരാളെ കസേരയിൽ നിന്ന് പൊക്കിയെടുത്ത് മുഖത്തടിച്ചു. കുടിയൻ അത്രയ്ക്കു പ്രതീക്ഷിച്ചിരുന്നില്ല. ഇടികൊണ്ട അയാൾ ഒരു കാലിച്ചാക്കുപോലെ തറയിൽ വീണു. ഒരു നേരിയ ഞെരുക്കം ചുണ്ടുകൾക്കിടയിലൂടെ പുറത്തുവന്നതല്ലാതെ അയാളിൽ നിന്ന് വേറൊരു ശബ്ദവും ഉയർന്നില്ല. മറ്റേയാൾ കുറച്ചുകൂടി ബലവാനായിരുന്നു. അയാൾ ശക്തി സംഭരിച്ച് അടിച്ചു നിൽക്കാൻ നോക്കി. പക്ഷേ അധികം കഴിയും മുമ്പേ സത്രമുടമ അയാളെയും ഇടിച്ചിട്ടു. നിലത്തു വീണ അയാളുടെ വാരിയെല്ല് നോക്കി സത്രമുടമ ആഞ്ഞു ചവിട്ടി. അയാളുടെ ഒരു കൈപ്പത്തി കനത്ത ബൂട്ടിനടിയിൽ വെച്ച് ഞെരിച്ചു. ഒന്നോ അതിലധികമോ വിരലുകൾ ഞെരിഞ്ഞു പൊട്ടുന്നത് കേൾക്കാമായിരുന്നു. നിർത്തൂ, ഞാൻ നിലവിളിച്ചു. നിങ്ങൾ അയാളെ കൊല്ലാൻ പോകുകയാണ്, അതാണോ നിങ്ങൾക്ക് വേണ്ടത്? ഒരു സൂഫി എന്ന നിലയിൽ ജീവൻ സംരക്ഷിക്കാനും അതിനു ഹാനി വരാതെ നോക്കാനും ഞാൻ പ്രതിജ്ഞാബദ്ധനായിരുന്നു. മിഥ്യകളുടെ ഈ ലോകത്ത് പ്രത്യേകിച്ചൊരു കാരണവും കൂടാതെ ഒട്ടേറെ മനുഷ്യർ പോരടിക്കുന്നു. വ്യക്തമായ കാരണങ്ങളോട് കൂടിയും വേറെയും കുറേ പേർ പോരടിക്കുന്നു. കാരണമുണ്ടെങ്കിലും പോരിനു പോകാത്തവനാണ് സൂഫി. അക്രമത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കാൻ എനിക്കൊരിക്കലും കഴിയില്ല. എന്നാൽ സത്രമുടമക്കും ഇടപാടുകാർക്കുമിടയിൽ മൃദുലമായ പുതപ്പ് പോലെ തിരക്കുകയറി അവരെ അകറ്റി നിർത്താൻ എനിക്കാകും. ദർവീഷ്, നിങ്ങൾ ഇതിൽ നിന്ന് വിട്ടുനിൽക്കൂ. നിങ്ങളെയും ഞാൻ അടിച്ചു പരിപ്പെടുക്കും, സത്രമുടമ അലറി. എന്നാൽ അയാൾ അത് ചെയ്യാൻ പോകുന്നില്ലെന്ന് ഞങ്ങൾ 2 പേർക്കും അറിയാമായിരുന്നു. 1 മിനിറ്റിനു ശേഷം സത്രത്തിലെ വിളമ്പുകാരായ പയ്യന്മാർ 2 കുടിയന്മാരെയും പൊക്കിയെടുക്കുമ്പോൾ ഒരുത്തൻ്റെ വിരൽ ഒടിഞ്ഞിരുന്നു. മറ്റവൻ്റെ മൂക്ക് ചതഞ്ഞിരുന്നു. എല്ലായിടത്തും ചോരയും തീൻമുറിയിൽ ഭയപ്പെടുത്തുന്ന നിശബ്ദത വന്നിറങ്ങി. താനുണ്ടാക്കിയ ഭീതിയിൽ പുളകിതനായ സത്രമുടമ എന്നെ ചെരിഞ്ഞൊന്നു നോക്കി. പിന്നീട് അയാൾ സംസാരിച്ചപ്പോൾ അവിടെയുണ്ടായിരുന്ന എല്ലാവരോടുമായിട്ടാണ് അയാൾ സംസാരിച്ചതെന്ന് തോന്നി. അയാളുടെ ഒച്ച വന്യമായി ഉയർന്നു പൊങ്ങി, തുറന്ന ആകാശത്ത് പൊങ്ങച്ചം കാട്ടുന്ന ഒരു പരുന്തിനെപ്പോലെ. നോക്കൂ ദർവീഷ്, എല്ലായ്പ്പോഴും ഇത് ഇങ്ങനെയല്ല. അക്രമം എൻ്റെ സ്വഭാവമല്ല. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചു. ദൈവം നമ്മുടെ കാര്യം മറന്നു പോകുമ്പോഴാണ് ബലം സംഭരിച്ചു നീതി പുനഃസ്ഥാപിക്കേണ്ട ഉത്തരവാദിത്യം സാധാരണ മനുഷ്യരുടെ ചുമലുകളിൽ വീഴുന്നത്.
അതുകൊണ്ട് അടുത്ത വട്ടം നിങ്ങൾ അവനോട് സംസാരിക്കുമ്പോൾ ഇക്കാര്യം പറയണം. അവൻ തൻ്റെ കുഞ്ഞാടുകളെ കൈവിടുമ്പോൾ അവർ കഴുത്ത് നീട്ടി കശാപ്പിന് നിന്നുകൊടുക്കുകയല്ല, ചെന്നായ്ക്കളായി മാറുകയാണ് ചെയ്യുന്നത്. ഞാൻ തോളുകൾ വെട്ടിച്ചു വാതിലിനടുത്തേക്ക് നീങ്ങി. നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. ഒരിക്കൽ കുഞ്ഞാടായിരുന്ന ഞാൻ ചെന്നായ ആയി മാറിയെന്നു ഞാൻ പറഞ്ഞതാണോ തെറ്റ്? അല്ല, ഇക്കാര്യത്തിൽ നിങ്ങൾ ശരിയാണ്. ശരിക്കുമൊരു ചെന്നായ ആയി നിങ്ങൾ മാറിയിരിക്കുന്നു. എന്നാൽ നിങ്ങളുടെ പ്രവൃത്തിയെ നീതി നടപ്പാക്കൽ എന്ന് വിളിച്ചതിൽ നിങ്ങൾ തെറ്റുപറ്റിയിരിക്കുന്നു. നിൽക്കൂ, ഞാൻ പറഞ്ഞു തീർന്നിട്ടില്ല, സത്രമുടമ പിന്നിൽ നിന്ന് വിളിച്ചു. നിങ്ങൾ എനിക്കു കടക്കാരനാണ്. ഭക്ഷണത്തിനും താമസത്തിനും പകരമായി നിങ്ങൾ എൻ്റെ സ്വപ്നങ്ങളെ വ്യാഖ്യാനം ചെയ്തു തരാൻ പോകുകയായിരുന്നു. അതിലും നല്ലത് ഞാൻ ചെയ്യാം, ഞാൻ നിർദ്ദേശിച്ചു. ഞാൻ നിങ്ങളുടെ കൈരേഖ നോക്കിത്തരാം. ഞാൻ പിന്തിരിഞ്ഞ് അയാളുടെ കത്തുന്ന കണ്ണുകളിലേക്ക് കനത്ത നോട്ടമയച്ച് അയാൾക്കു നേരെ നടക്കാനാരംഭിച്ചു. സഹജവാസനയാൽ അവിശ്വാസത്തോടെ അയാൾ നോട്ടം പിൻവലിച്ചു. അയാളുടെ വലതുകരം പിടിച്ചുയർത്തി കരം തിരിച്ചു കൈപ്പത്തിയിലേക്ക് നോക്കിയപ്പോഴും അയാൾ എന്നെ തള്ളി നീക്കിയതേയില്ല. ആ കൈരേഖകൾ ഞാൻ പരിശോധിച്ചു. അവ ആഴമേറിയതും പൊട്ടിപ്പൊളിഞ്ഞതും നിരപ്പല്ലാത്ത പാതകളുള്ളതുമായിരുന്നു. മെല്ലെ മെല്ലെ അയാളുടെ പരിവേഷത്തിലെ നിറങ്ങൾ എനിക്കു പ്രത്യക്ഷമായി. തുരുമ്പെടുത്ത തവിട്ടും വല്ലാതെ വിളറിയതിനാൽ ഏതാണ്ട് ചാരനിറമാണ്ട നീലയും. പുറം ലോകത്തെ നേരിടാൻ ഇനിയും കരുത്ത് അവശേഷിക്കുന്നില്ല എന്നതുപോലെ. അയാളുടെ ആത്മീയശക്തിയുടെ അകമാകെ പൊള്ളയായും വശങ്ങൾ വല്ലാതെ നേർത്തുമിരുന്നു. ആഴത്തിൽ കരിഞ്ഞുപോയ ഒരു ചെടിയേക്കാളധികമൊന്നും ജീവനുള്ളവനായിരുന്നില്ല അയാൾ. ആത്മീയശക്തിയുടെ ചോർച്ച പരിഹരിക്കാൻ അയാൾ ശാരീരികശക്തിയെ ഇരട്ടിയാക്കിയിരുന്നു. അതാകട്ടെ അയാൾ അമിതമായി പ്രയോഗിക്കുകയും ചെയ്തു. എൻ്റെ ഹൃദയമിടിപ്പിൻ്റെ വേഗം കൂടി. അപ്പോഴേക്കും ഞാൻ മറ്റു ചിലതു കാണാൻ തുടങ്ങിയിരുന്നു. ഒരു തിരശ്ശീലയ്ക്കു പിന്നിലെന്ന പോലെ. ആദ്യം അത് അവ്യക്തമായിരുന്നു. അതിനുശേഷം വർദ്ധിച്ചുവരുന്ന വ്യക്തതയോടെ എൻ്റെ കണ്ണുകൾക്കു മുന്നിൽ ഒരു രംഗം പ്രത്യക്ഷമായി. തവിട്ടുകലർന്ന ചുവന്ന മുടിയുള്ള ഒരു യുവതി. നഗ്നപാതയായി കറുത്ത നിറത്തിൽ പച്ചകുത്തിയ അവൾ ചുമലിൽ ചിത്രപ്പണികളുള്ള ഒരു ചുവന്ന ഷാൾ ധരിച്ചിരുന്നു. സ്നേഹിച്ച ഒരാളെ നിങ്ങൾക്കു നഷ്ടമായിട്ടുണ്ട്. അയാളുടെ ഇടതു കൈപ്പത്തിയും ഞാൻ കൈയിലെടുത്തു. മുലപ്പാൽ കവിഞ്ഞ് അവളുടെ മുലകൾ വിങ്ങിയിരുന്നു. അവളുടെ വയറ് ഇപ്പോൾ പിളരുമെന്ന വിധം വലുതായിരുന്നു. തീയാളുന്ന കുടലിൽ അവളെ കെട്ടിയിട്ടിരുന്നു. വീടിനു ചുറ്റും കുതിരപ്പുറത്തേറിയ യോദ്ധാക്കളും വൈക്കോലും മനുഷ്യമാംസവും കത്തിയിരുന്നതിൻ്റെ രൂക്ഷഗന്ധം അന്തരീക്ഷത്തിൽ. പരന്നതും വിടർന്നതുമായ നാസികകളുള്ള ചെറിയതും തടിച്ചതുമായ കഴുത്തുള്ള മംഗോൾ യോദ്ധാക്കൾ. അവരുടെ ഹൃദയം കരിങ്കല്ലിനു സമമായിരുന്നു. ജെങ്കിസ് ഖാൻ്റെ പട്ടാളം. സ്നേഹിച്ച രണ്ടുപേരെ നിങ്ങൾക്ക് നഷ്ടമായിരിക്കുന്നു. ഞാൻ എന്നെത്തന്നെ തിരുത്തി. നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ ആദ്യ കുഞ്ഞിനെ ഗർഭം ധരിച്ചിരുന്നു. അയാളുടെ കൺപുരികങ്ങൾ തുടിച്ചു. കണ്ണുകൾ തൻ്റെ തുകൽ പാദുകങ്ങളിലമർത്തി ചുണ്ടുകൾ കോട്ടി. വായിക്കാനാവാതെ ഒരു ഭൂപടം പോലിരുന്നു അയാളുടെ മുഖം. പെട്ടെന്ന് അയാൾക്കുള്ളതിനേക്കാളും ഏറെ പ്രായം തോന്നിച്ചു. ഇതു പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് ആശ്വാസമൊന്നും കിട്ടില്ലെന്ന് എനിക്കറിയാം. എങ്കിലും ഒരു കാര്യം നിങ്ങൾ അറിയണം, ഞാൻ പറഞ്ഞു. തീയോ പുകയോ കാരണമായല്ല അവൾ മരിച്ചത്. മച്ചിൽ നിന്ന് ഒരു മരപ്പലക തലയിൽ വീണാണ് അവൾ മരിച്ചത്. പെട്ടെന്ന് തന്നെ അവൾ മരിച്ചു, ഒട്ടും വേദന അറിയാതെ. വല്ലാതെ കഷ്ടപ്പെട്ടാണ് അവൾ മരിച്ചതെന്ന് നിങ്ങൾ എപ്പോഴും സങ്കൽപ്പിച്ചു. സത്യത്തിൽ അവൾ കഷ്ടപ്പെട്ടിട്ടേയില്ല. സത്രമുടമയുടെ പുരികങ്ങൾ ചുളിഞ്ഞു. അയാൾക്കു മാത്രം മനസ്സിലാകുന്ന ഏതോ ഭാരത്താൽ അയാൾ തലകുനിച്ചു. നിങ്ങൾ ഇതെല്ലാം എങ്ങനെ അറിഞ്ഞു? അത് ചോദിക്കുമ്പോൾ അയാളുടെ സ്വരം പരുക്കനായിരുന്നു. ആ ചോദ്യം ഞാൻ അവഗണിച്ചു. അവളെ ശരിയായ രീതിയിൽ സംസ്കരിക്കാനാവാത്തതിൽ നിങ്ങൾ എപ്പോഴും സ്വയം പഴിക്കുകയാണ്. അടക്കം ചെയ്ത കുഴിയിൽ നിന്ന് അവൾ ഓരോ രാത്രിയും ഇഴഞ്ഞിറങ്ങി നിങ്ങളുടെ സ്വപ്നത്തിൽ വരാറുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങളുടെ മനസ്സാണ് നിങ്ങളെ കളിപ്പിക്കുന്നത്. സത്യത്തിൽ രണ്ടുപേരും, നിങ്ങളുടെ ഭാര്യയും മകനും, സുഖമായിരിക്കുന്നു. ഒരു പ്രകാശകിരണം പോലെ സ്വതന്ത്രരായി അനന്തതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ വാക്കും അളന്നു തൂക്കി ഞാൻ ഇതുകൂടി പറഞ്ഞു. നിങ്ങൾക്ക് ഇനിയും ഒരു കുഞ്ഞാടാകാവുന്നതേയുള്ളൂ. കാരണം അത് നിങ്ങൾക്കുള്ളിലുണ്ട്. ഇതു കേട്ടതോടെ സത്രമുടമ പൊരിയുന്ന ചട്ടിയിൽ തൊട്ടതുപോലെ തൻ്റെ കൈ വലിച്ചു കളഞ്ഞു. എനിക്കു നിങ്ങളെ ഇഷ്ടമായില്ല ദർവീഷ്, അയാൾ പറഞ്ഞു. ഈ രാത്രി ഇവിടെ തങ്ങാൻ നിങ്ങളെ ഞാൻ അനുവദിക്കുന്നു.
എന്നാൽ പുലരും മുമ്പേ സ്ഥലം വിട്ടുകൊള്ളണം. ഇവിടെ ഇനി നിങ്ങളുടെ മുഖം കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. നിങ്ങൾ സത്യം പറയുന്നതോടെ അവർ നിങ്ങളെ വെറുക്കും. സ്നേഹത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതോടെ അവർ നിങ്ങളെ കൂടുതൽ വെറുക്കും.